ഹലോ, അപ്പോൾ ഇന്ന് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് പോയ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയപ്പം തന്നെ നട്ടുച്ചയായതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയപ്പം തന്നെ നമ്മൾ പാരാഗ്ലൈഡിംഗ് ഒക്കെ കണ്ടു കേട്ടോ. മോന് കാണാൻ പറ്റിയ കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവനാകെ അന്തം വിട്ട് എല്ലാ സംഭവങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. പാരാഗ്ലൈഡിംഗ് ആയിരുന്നു കേട്ടോ എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇതാ കൈറ്റ് ഷോ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറേ കുതിരയും ആനയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ വള്ളംകളി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് അധികമൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. മെയിൻ പരിപാടി രാത്രിയാണ് കേട്ടോ. ആക്ടർ വിനീത് ശ്രീനിവാസനൊക്കെ വരുന്നുണ്ടെന്നാണ് കേട്ടത്. പിന്നെ നമ്മളെ ബേസിൽ ജോസഫൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ രാത്രി വരെ അവിടെ നിന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പറയുമ്പോൾ ഉച്ച നേരമാണ്, നട്ടുച്ച നേരത്ത് കൂടി നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ ഹെലികോപ്റ്റർ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്മണ്ണി. ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിയിലും ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ. എല്ലാവരും രാത്രിയിൽ വൻ പരിപാടി ഇവിടെ ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരുന്നത്. ഡ്രോൺ ഷോ ഒക്കെ ഉണ്ടെന്നാണ് കേട്ടത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഗോകുലമാളിലേക്കായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ എത്തിയപ്പം ബെസ്റ്റ് മൂവിയുടെ പ്രൊമോഷൻ ആക്ടേഴ്സൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ആങ്കറിങ് ചെയ്ത ഒരാൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഋഷിതനോട്. ക്യാമറയും കുറേ ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ അവൾക്ക് മടിയായതുകൊണ്ട് അവൾ അവിടെ നിന്ന് നൈസായിട്ട് പോകുന്നു. അപ്പോൾ ഓക്കെ ബൈ.